മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയയെ കുറിച്ചാണ്. എന്താണ് പ്രോബബിലിറ്റി അല്ലേ? നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ്, സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ പഠിക്കാനുള്ളത്, പ്രോബബിലിറ്റിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത് കേട്ടറ്റ് എക്സാമിന് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഭാഗം അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണോ എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, 2019 ജൂൺ എക്സാം, 2019 ജൂണിൽ നടന്ന കേട്ടറ്റ് എക്സാമിന് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഏകദേശം 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിന് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. സിമിലർലി 2019 നവംബർ മാസം നടന്ന എക്സാമിന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏത് ഭാഗത്ത് നിന്ന്? പ്രോബബിലിറ്റിയിൽ നിന്ന്. സിമിലർലി 2020 ഫെബ്രുവരി എക്സാമിന് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഏകദേശം ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം, പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് ഏകദേശം നമുക്കൊരു ആവറേജ് 2+ മാർക്ക് പ്രതീക്ഷിക്കാം. എത്ര മാർക്ക് പ്രതീക്ഷിക്കാം? 2 മാർക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രീവിയസ് ബേസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് പ്രോബബിലിറ്റിക്ക് കേട്ടറ്റ് എക്സാമിൽ ഇത്രമേൽ ഇമ്പോർട്ടൻ്റ് എന്നാണ്. ഓക്കെ. അതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് പ്രീവിയസ് 2 മാർക്കിന് ചോദിച്ചുകൊണ്ട് മാത്രമല്ല. ഓക്കെ. 10ാം ക്ലാസ്സിൽ നമ്മൾ ആരെ പഠിക്കുന്നുണ്ട്? പ്രോബബിലിറ്റി പഠിക്കുന്നുണ്ട്. 10th നമ്മൾ പ്രോബബിലിറ്റി പഠിക്കുന്നു, 10th പ്രോബബിലിറ്റി പഠിക്കുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് കേട്ടറ്റിന് ചോദിക്കാം, കഴിഞ്ഞിട്ടില്ല. +1 നമ്മൾ പ്രോബബിലിറ്റി പഠിക്കുന്നുണ്ട്. കഴിഞ്ഞോ? ഇല്ല. +2 നമ്മൾ പ്രോബബിലിറ്റി പഠിക്കുന്നുണ്ട്. 3 ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന ഭാഗമാണ് പ്രോബബിലിറ്റി. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിക്കാനുള്ള സാധ്യത കൂടുതലെന്ന് മാത്രമല്ല, എന്തായാലും ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം, സാറേ 10ൽ +1 +2 അല്ലെ 3 ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ട്, ഈ 3 പ്രോബബിലിറ്റി വേറെയാണോ എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ. ഈ ചാപ്റ്റർ അറിയാത്ത ആളുകൾക്ക് കേട്ടോ ഞാൻ പറയുന്നത്, 10 +1 +2 കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ സംശയം ഉണ്ടാവും, നമ്മളിത് 3 ക്ലാസ്സത്തെയും പഠിക്കണ്ടേ എന്ന്. ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ 10ൽ പഠിക്കുന്ന പ്രോബബിലിറ്റിയും +1 പഠിക്കുന്ന പ്രോബബിലിറ്റിയും ഏകദേശം സെയിം ആണ്. 10th +1 എന്താണ്? ഏകദേശം സെയിം ആണ്. ഓക്കെ. ഏകദേശം എന്നല്ല, സെയിം തന്നെയാണ്. അപ്പോഴോ +2 പഠിക്കുന്നതോ? +2 പഠിക്കുന്ന പ്രോബബിലിറ്റി നമ്മൾ ഇവിടെ 10 +1 പഠിക്കുന്നത് പ്രോബബിലിറ്റിയാണ്. ആരാണ്? പ്രോബബിലിറ്റിയാണ്. +2 എത്തുമ്പം അത് ചെറിയ ഒരു മാറ്റം, പ്രോബബിലിറ്റി തന്നെയാണ്, അത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. ആരാണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പൊ എന്താ മാറ്റമുള്ളത്? ചെറിയ മാറ്റമേ ഉള്ളൂ. അപ്പോൾ 10 +1 നമ്മൾ പ്രോബബിലിറ്റി ആണ്, +2 പഠിക്കുന്നതും പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റിയുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യണത്? +2 പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം കവർ ചെയ്യണം. +2 പ്രോബബിലിറ്റി, കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് ഉണ്ടായാൽ മതി. നമ്മൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത് ഏകദേശം 10th +1 ക്ലാസ്സിൽ നിന്നാകും. അതുപോലെ തന്നെ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ നമ്മളെ മൈൻഡിൽ ഉണ്ടായാൽ എന്തായി? പ്രോബബിലിറ്റി കംപ്ലീറ്റ് ആവും. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ തിയറികളിലോട്ട് എന്ത് ചെയ്യാൻ പോവാണ്? കിടക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പ്രാധാന്യം എന്നുള്ളത് ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞു, പ്രീവിയസ് ചോദിച്ചെന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഈ 3 ക്ലാസ്സുകളിലും ആരെ പഠിക്കുന്നുണ്ട്? നമ്മുടെ ഈ ഒരു ഭാഗം ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ഇത് പഠിച്ചു തുടങ്ങുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഏറെക്കുറെ നിങ്ങൾക്ക് അറിയാം, നമ്മളൊന്ന് പരിചയപ്പെടാമെന്ന് മാത്രം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കതിൻ്റെ തിയററ്റിക്കൽ ഭാഗത്തിലേക്ക് എന്ത് ചെയ്യാം? ആദ്യം കടക്കാം. ഓക്കെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പ്രോബബിലിറ്റിയെ കുറിച്ച് ആദ്യം പറയുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ടേം. ആരാണ്? റാൻഡം എക്സ്പെരിമെന്റ്. നിങ്ങൾക്കറിയാം എന്താ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ? റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്കം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെന്റിനെ വിളിക്കുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെന്റ്. പറഞ്ഞോ, വാട്ട് ഈസ് റാൻഡം എക്സ്പെരിമെന്റ്? റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഔട്ട്കം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റാൻഡം എക്സ്പെരിമെന്റ്. ഉദാഹരണം പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. നിങ്ങൾ ആദ്യം പറയുന്ന ഉദാഹരണമാണ്, സാറേ ഒരു കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് ഹെഡോ ടൈലോ കിട്ടാം.
പക്ഷെ നമുക്ക് കോയിൻ ടോസ് ചെയ്യുമ്പോൾ അറിയില്ല ഏതായിരിക്കും അതിൻ്റെ ഔട്ട്കം എന്ന്. അത് റാൻഡം എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞോ സാറേ, ഒരു പകിട ഉരുട്ടിയാൽ അല്ലെ, ഒരു ഡൈസ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്കം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. 1 2 3 4 5 6 വരെ നമുക്ക് കിട്ടും. പാമ്പും കോണി നമ്മൾ കളിക്കും അല്ലെ, അതുപോലെയുള്ള ഗെയിം നമ്മൾ കളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഡൈസ് റോൾ ചെയ്യേണ്ടി വരും, ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആർക്ക് എക്സാമ്പിൾ ആണ്, ഒരു റാൻഡം എക്സ്പെരിമെന്റ് ആണ്. മറ്റൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. പറഞ്ഞോ. നമ്മളൊരു ബോക്സിന്റെ ഉള്ളിൽ ഒരു പെട്ടിയിൽ കൈയിടുകയാണ്, അതിൽ നിന്ന് ഒരു ബോൾ എടുക്കുകയാണ്, നമ്മൾ അതിൽ നോക്കാതെ ഒരു ബോൾ എടുക്കുകയാണ്. ഡിഫറെന്റ് കളേഴ്സ് ബോൾ ഉണ്ട് ആ ബോക്സിൽ, മഞ്ഞയും പച്ചയും ഉണ്ട്. നോക്കാതെ ഒരു ബോൾ എടുത്താൽ അത് ഏത് കളറാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. റാൻഡം എക്സ്പെരിമെന്റ് ആണ്. നമുക്ക് ഒരു കുട്ടി ഓൾറെഡി ഉണ്ട്, ഇപ്പോൾ ഉള്ള കുട്ടി ആൺകുട്ടിയാണ്, അടുത്ത കുട്ടി ഏതാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. റാൻഡം എക്സ്പെരിമെന്റ് ആണ്, ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്, റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. റാൻഡം എക്സ്പെരിമെന്റ് ഓക്കെ ആണല്ലോ. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് റാൻഡം എക്സ്പെരിമെന്റിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന 3 ആളുകളെയാണ്. ഏതൊക്കെ 3 ആള്? ഒന്ന് കോയിന്റെ കേസ്, രണ്ടാമത് ഡൈസിന്റെ കേസ്, മൂന്നാമത് കാർഡുകളുടെ കേസ്. വേറെയും കേസസ് ഉണ്ട്, പക്ഷെ നമുക്ക് പ്രധാനമായിട്ടും പല ക്വസ്റ്റ്യനിലും വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, റാൻഡം എക്സ്പെരിമെന്റ് ഉദാഹരണം എന്ന് പറയുന്നത് കോയിൻ, ഡൈസ്, കാർഡുകളാണ് അല്ലെ. കോയിനെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്. പറഞ്ഞോ, കോയിൻ അല്ലെ. കോയിൻ എടുക്കുമ്പോൾ നമ്മൾ പറയും എങ്ങനത്തെ കോയിൻ ആയിരിക്കണം, ഒരു അൺബയാസ്ഡ് കോയിൻ ആയിരിക്കണം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഭാഗം ഒരുപോലെയുള്ള കോയിൻ, 2 ഭാഗം ഈക്വൽ ആയിട്ടുള്ള കോയിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. നമുക്കറിയാം കോയിന് 2 ഭാഗമുണ്ട്, ഹെഡും ഉണ്ട് ടൈലും ഉണ്ട്. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഔട്ട്പുട്ടുകൾ ആരൊക്കെയാണ്? നമുക്ക് ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ ടെയില് കിട്ടാം അല്ലെ. ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ടെയില് കിട്ടാം. ഒരു കോയിൻ ക്ലിയർ ആണല്ലോ. നമ്മൾ 2 കോയിനുകൾ ടോസ് ചെയ്യാണ്, 2 കോയിനുകൾ എന്ത് ചെയ്യാണ്, ടോസ് ചെയ്യാണ്. നോക്കണം, ആലോചിക്കണം. 2 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യാം കേട്ടോ, 2 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യാണ്. അപ്പൊ എന്താ നമുക്ക് കിട്ടുക? അപ്പൊ ഒന്നാമത്തെ കോയിനിൽ നമുക്ക് ചിലപ്പോൾ ഹെഡ് കാണിക്കാം, രണ്ടാമത്തേലും ഹെഡ് കാണിക്കാം. അല്ലെങ്കിൽ എന്തായിരിക്കാം, ഒന്നാമത്തെ കോയിനിൽ ഹെഡ് കാണിക്കാം, സെക്കൻഡിൽ ടെയിൽ കാണിക്കാം. അല്ലെങ്കിൽ എന്തായിരിക്കാം, ഒന്നാമത്തെ കോയിനിൽ ടെയിൽ, സെക്കൻഡിൽ ഹെഡ്, അല്ലെങ്കിൽ രണ്ടിലും ടെയിൽ കാണിക്കാം. സിമിലർലി നമുക്ക് 3 കോയിനെ ടോസ് ചെയ്യാം. 3 കോയിനെ ടോസ് ചെയ്താൽ എന്താ സംഭവിക്കുക, 3ലും ഹെഡ് കാണിക്കാം അല്ലെ, അല്ലെങ്കിൽ HHT കാണിക്കാം, അല്ലെങ്കിൽ HTH കാണിക്കാം, അല്ലെങ്കിൽ HTT കാണിക്കാം, അല്ലെങ്കിൽ THH കാണിക്കാം, THT കാണിക്കാം, TH കാണിക്കാം, TT കാണിക്കാം. ഓക്കെ. അപ്പം ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 ആളുകളെ കാണിക്കുന്നു, 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 4 ആളുകളെ കാണിക്കുന്നു, 3 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് 8 ആളുകളെ കാണിക്കുന്നു. 8 പോസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം നമ്മൾ n കോയിൻസ് ടോസ് ചെയ്യാണ്, അല്ലെങ്കിൽ n ടൈംസ് ടോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2n എണ്ണമായിരിക്കും. ഇത്രയും ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇവിടെ നോക്കിക്കോ നിങ്ങൾ, ഇവിടെ ഒരു കോയിനാ ടോസ് ചെയ്തത് അല്ലെ, 2^1 എന്ന് വെച്ചാൽ 2 ആണ്. നമുക്ക് 2 ഔട്ട്പുട്ട് ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, 2 കോയിനാ ടോസ് ചെയ്യുന്നത്, 2 സ്ക്വയർ ആണ് അല്ലെ, 1 2 3 4 4 ഔട്ട്പുട്ട് ഉണ്ട്. ഇവിടെ നോക്കിയപ്പോൾ നിങ്ങൾ 3 കോയിനാ ടോസ് ചെയ്തത്, അല്ലെങ്കിൽ 3 ടൈം കേട്ടോ, 3 തവണ എന്ന് പറയുന്നത് 3 കോയിൻ എന്ന് പറഞ്ഞാലും ഈ സെയിം കേസ് തന്നെയാണ്. നോക്കിക്കോ എന്താ വരെ, 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 1 2 3 4 5 6 7 8 ആണ്. അപ്പൊ n ടൈംസ് കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 2n ആണ്. ഓക്കെ ആണല്ലോ, 2n ആണ്. അപ്പം ഇതാണ് നമ്മൾ ആരുടെ കേസ്, കോയിന്റെ കേസ് എന്ന് പറയുന്നത്. ആരുടെ കേസ്, കോയിനിന്റെ കേസ്. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്താ പഠിച്ചത് പറഞ്ഞോ. നമുക്കറിയാം റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് റാൻഡം എക്സ്പെരിമെന്റ്? നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് അല്ലെ, അതിന്റെ ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെന്റിന് വിളിക്കുന്ന പേരാണെന്ത്, റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട എക്സ്പെരിമെന്റ് ആണ് ആര്, നമ്മുടെ കോയിന്റെ കേസ്. നമ്മൾ പറഞ്ഞു കോയിന്റെ കേസ്. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ആളാണ്, കോയിൻ കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള ആളാണ് ഡൈസ് അല്ലെ. രണ്ടാമത്തെ കേസാണ് ഡൈസ്, അല്ലെങ്കിൽ അതിന് പറയും പകിട എന്നൊക്കെ പറയും അല്ലെ, പകിട.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാമ്പ് കൂണിയൊക്കെ കളിക്കുന്ന സമയത്ത്, ഡൊമിനോസ് കളിക്കുന്ന സമയത്ത് നമ്മൾ ഡൈസ് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം ഡൈസിൽ ആരാ ഉള്ളത്? നമുക്കറിയാം ഒരു ഡൈ നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഉരുട്ടി കഴിഞ്ഞാൽ, എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടാവുന്ന ഔട്ട്പുട്ട് ആരൊക്കെ? 1 മുതൽ 6 വരെയുള്ള സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യ കിട്ടും. സോ ഇത് ഞാൻ ഉദ്ദേശിച്ചത് 1 റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1 2 3 4 5 6 ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ ആണല്ലോ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. എന്ന് വെച്ചാൽ ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/6 ആണ് അല്ലെ. ഏതെങ്കിലും ഒന്ന്, 6 എണ്ണം ഉണ്ട് ടോട്ടല്, അതിലേതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ. 1/6 ആണ് ഈ ഒരു ഡൈ റോൾ ചെയ്താൽ നമുക്കൊരു സംഖ്യ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, നമ്മൾ 2 ഡൈ റോൾ ചെയ്യാണ്. 2 ഡൈസ് റോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മൾ ഡൈ റോൾ ചെയ്യുന്നു, 2 ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ വരാം? 1 1 വരാം അല്ലെ, 2ലും 1 കാണിക്കാം, അല്ലെങ്കിൽ 1 2 കാണിക്കാം, 1 3 കാണിക്കാം. അപ്പൊ 2 ഡൈ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ 1 1 ആവാം, അല്ലെങ്കിൽ 1 2 ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് 1 6 വരെ കാണിക്കാം, അല്ലെങ്കിൽ എന്താവാം 2 1 ആവാം, ഇങ്ങനെ പോയിട്ട് ഏതുവരെ കാണിക്കാം? 2 6 വരെ കാണിക്കാം, ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് 6 1 മുതൽ ഏതുവരെ കാണിക്കാം? 6 6 വരെ കാണിക്കാം അല്ലെ. വെറും 2 ഡൈ റോൾ ചെയ്തപ്പോഴേക്ക് നമുക്ക് ഇത്രയും ആളുകളുണ്ട്. ഇത് എത്ര എണ്ണം ഉണ്ടാവും ഇവിടെ? 36 എണ്ണം ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു n കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2n ആണ്. ഒരു കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. 2 കോയിൻ ആണെങ്കിൽ 2 സ്ക്വയർ 4 ആണ്. 3 കോയിൻ ആണെങ്കിൽ 2 ക്യൂബ് 8 ആണ്. സിമിലർലി നമ്മൾ ഡൈസിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഡൈ റോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 6 എണ്ണമാണ്. 2 ഡൈ റോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 36 ആണ്. അങ്ങനെയെങ്കിൽ n ഡൈസ് നമ്മൾ റോൾ ചെയ്യാണ്. എത്രയാടാ? n ഡൈസ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡൈസ് ആണ്? n ഡൈസ് നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 6n ആണ്. നോക്കിക്ക, നിങ്ങൾ 1 റോൾ ചെയ്തപ്പോ 6 ദാറ്റ് ഈസ് 6, 6 ഔട്ട്പുട്ട് ഉണ്ട് അല്ലെ. സിമിലർലി നിങ്ങൾ 2 റോൾ ചെയ്തപ്പോ 6 സ്ക്വയർ 36 ഉണ്ട്. ഓക്കെ, അപ്പൊ 6n ആണ് എന്ത് കാണാനുള്ളത്? ഔട്ട്പുട്ടുകളുടെ എണ്ണം കാണാനുള്ളത്. ആരുടെ ഔട്ട്പുട്ട്? ഡൈസ് റോൾ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഡൈ റോൾ ചെയ്താൽ 6/1, 2 ആണെങ്കിൽ 6 സ്ക്വയർ, 3 ആണെങ്കിൽ 6 ക്യൂബ്, 4 ആണെങ്കിൽ 6/4. n ടൈംസ് നമ്മൾ റോൾ ചെയ്യുകയാണെങ്കിൽ 6n ആണ്. എത്രയാടാ? 6n ആണ്. അപ്പൊ നമ്മളിപ്പോ നിലവിൽ പറഞ്ഞത് കോയിന്റെ കേസ് പറഞ്ഞു, അതുപോലെ എന്തും പറഞ്ഞു? ഡൈസിന്റെ കേസും പറഞ്ഞു. നിങ്ങൾക്ക് അറിയുന്ന 2 കാര്യങ്ങളാണ്. ദെൻ നമ്മൾ ക്വസ്റ്റ്യനിൽ പലപ്പോഴും കാണാവുന്ന ഒരു കാര്യമാണ് കാർഡിന്റെ കേസ്. ആരാണ്? കാർഡ്സ്. എന്താ അറിയാം നിങ്ങൾക്ക് കാർഡ്സിനെ കുറിച്ച് എന്താ അറിയാം അല്ലെ? നമ്മളിപ്പോ കോയിന് പറഞ്ഞു, അതുപോലെ എന്ത് പറഞ്ഞു? ഡൈസ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കാർഡ്സിനെ കുറിച്ച് എന്തറിയാം അല്ലെ? കുറെ ആളുകളൊക്കെ കാർഡ് കളിക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളികളുണ്ട് അല്ലെ. നമ്മൾ ചീട്ട് കളി എന്നൊക്കെ പറയും. ഒരുപാട് തരത്തിലുള്ള കളികളുണ്ട്. അപ്പൊ നമ്മൾ കാർഡ് കളിക്കാനൊന്നല്ല പോണത്, ചീട്ട് കളിക്കാൻ പോവല്ല, മറിച്ച് ആ കാർഡുകൾ ഏതൊക്കെയെന്ന് ഒരു മാത്തമാറ്റിക്സ് സ്റ്റുഡന്റ് അറിയണം അല്ലെ. പ്രോബബിലിറ്റി പഠിക്കുന്ന ഒരു കുട്ടി അറിയണം, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ അറിയുന്ന ഒരു കുട്ടി അറിയണം കാർഡിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന്, ആ കാർഡിന്റെ പാക്കറ്റിനുള്ളിൽ എന്തുണ്ടെന്ന് അല്ലെ. കുറെ കാർഡുകൾ അടങ്ങിയ ഒരു പാക്കറ്റ് ഉണ്ടാവും. ആ പാക്കറ്റിനെ വിളിക്കുന്ന പേരായിരുന്നു ഡെക്ക് എന്ന് പറയുന്നത്. എന്താ പറയാ? ഡെക്ക്. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ആരെ കുറിച്ചാണ്? കാർഡ്സിനെ കുറിച്ചാണ്. കാർഡുകൾ അടങ്ങിയിട്ടുള്ള ആ ഒരു ബോക്സിനെ പറയുന്ന പേരാണ് ഡെക്ക് എന്ന് പറയും. ആരാടാ? ഡെക്ക്, DEC കേട്ടോ, ഡെക്ക് എന്ന് പറയും. അപ്പോ ആ ഡെക്കിനുള്ളിൽ എത്ര കാർഡുകളുണ്ട്, ഏതൊക്കെ കാർഡുകളാണ്, ആ കാർഡിന്റെ നിറം എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോ നമുക്കൊന്ന് തുടങ്ങാം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഡെക്കിനുള്ളിൽ, അല്ലെങ്കിൽ സ്യൂട്ട് എന്നും പറയാറുണ്ട്, ഒരു സ്യൂട്ടിനുള്ളിൽ നമുക്ക് 52 കാർഡുകൾ ഉണ്ടാവും. എത്ര കാർഡ്സ് ഉണ്ടായിരിക്കടാ? 52 കാർഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടി ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എന്ന് പറയുന്നത് 52 കാർഡാണ്. എത്ര കാർഡാണ്? 52 കാർഡാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ പാക്കറ്റിനുള്ളിൽ, ആ ഡെക്കിനുള്ളിൽ, ആ സ്യൂട്ടിനുള്ളിൽ 52 കാർഡുകളുണ്ട്. കഴിഞ്ഞോ? ഇല്ല. ഈ 52ൽ 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. എത്രയാണ്? 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. 26 കറുത്ത കാർഡുകളുണ്ട്. ഓക്കെ, സിമിലർലി
26 റെഡ് കാർഡുകളുണ്ട് പറഞ്ഞു. അപ്പൊ എത്ര കാർഡുകളാണുള്ളത്? 52 കാർഡുകളുണ്ട് അല്ലെ. 52ന്റെ പകുതിയാണ് 26. അപ്പൊ 26 ബ്ലാക്കും ഉണ്ട്, 26 റെഡും ഉണ്ട്. ഓക്കെ, 26 ബ്ലാക്കും ഉണ്ട്, 26 റെഡും ഉണ്ട്. അങ്ങനെയെങ്കിൽ 26 ബ്ലാക്കിൽ ആരൊക്കെ വരിക എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. 26 ബ്ലാക്കിൽ ആര് വരും, 26 റെഡിൽ ആര് വരും എന്നാണ് പറയാൻ പോകുന്നത്. ബ്ലാക്കിൽ വരുന്ന ആളുകളാണ് സ്പെയ്ഡ് ക്ലബ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്പെയ്ഡ് ക്ലബ്ബ് ആരാണ്? സ്പെയ്ഡ് ക്ലബ്ബ്. സ്പെയ്ഡ് ക്ലബ്ബ് അല്ലെ. 26 കാർഡല്ലേ ഉള്ളത്. 26ന്റെ പകുതി എത്രയാ? 13 അല്ലേ. അപ്പൊ 13 സ്പെയ്ഡ് ഉണ്ടായിരിക്കും, 13 സ്പെയ്ഡ് ഉണ്ടായിരിക്കും, 13 ക്ലബ്ബുകൾ ഉണ്ടായിരിക്കും. ക്ലിയർ? 13 സ്പെയ്ഡ് ഉണ്ട്, 13 ക്ലബ്ബുകൾ ഉണ്ട്. ഓക്കെ, 26 റെഡ് കാർഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. നമുക്കറിയാം റെഡ് ഹാർട്ട് എന്ന് പറയുന്നത്, ഹൃദയം എന്ന് പറയുന്നത് റെഡാണ്, റെഡാണ്. അപ്പൊ ഇവിടെ ഹാർട്ട് ഉണ്ട്. ആരുണ്ട്? ഹാർട്ട് ഉണ്ട്, ഹാർട്ട്. സിമിലർലി ഡയമണ്ടും ഉണ്ട്, ഡയമണ്ടും ഉണ്ട്. ഹാർട്ടും ഉണ്ട്, ഡയമണ്ടും ഉണ്ട്. ഹാർട്ട് അപ്പൊ എത്ര ഉണ്ടാവും? 13 ഉണ്ടാവും. ഇവിടെ എത്ര ഉണ്ടാവും? 13 ഉണ്ടാവും. കാരണം 13 13 എന്താണ്? 26 ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കാതെ പറഞ്ഞോ, ഒരു ഡെക്കിൽ ഒരു സ്യൂട്ടിനുള്ളിൽ എത്ര കാർഡുണ്ട്? 52 കാർഡ് ഉണ്ട്. 52 കാർഡ് ഉണ്ട്. ആ 52നെ നമ്മൾ പകുതിയാക്കി മാറ്റി. എങ്ങനെ? 26 ബ്ലാക്കും ഉണ്ട്, 26 റെഡും ഉണ്ട്. 26 ബ്ലാക്കും ഉണ്ട്, 26 റെഡും ഉണ്ട്. ഓക്കെ ആണല്ലോ. ബ്ലാക്കിൽ വരുന്ന ആളാണ് SC. ഓർത്തു വെച്ചോ, SC. SC എന്ന് വെച്ചാൽ സ്പെയ്ഡും വരുന്നുണ്ട്, ക്ലബും ഉണ്ട് അല്ലെ. 26ന്റെ പകുതി 13 ആണ്. അപ്പൊ 13 സ്പെയ്ഡും ഉണ്ട്, 13 ക്ലബും ഉണ്ട്. അപ്പൊ ക്ലബിന്റെ നിറം എന്താ? കറുപ്പാണ്. സ്പെയ്ഡിന്റെ നിറം എന്താ? കറുപ്പാണ്. ഓക്കെ ആണല്ലോ. ദെൻ 26 റെഡ് ഉണ്ട് അല്ല. റെഡിൽ നമുക്ക് മാറൂല, കാരണം നമ്മുടെ ഹൃദയം ചുവപ്പാണ്, ഡയമണ്ടും ചുവപ്പാണ് എന്ന് ഓർത്തു വെക്കുക. ചുവന്ന ഡയമണ്ട് ആണ്. അപ്പോ 26 റെഡ് കാർഡ്സ് ഉണ്ട്. അതിൽ 13 ഹാർട്ട് ഉണ്ട്, 13 ഡയമണ്ട് ഉണ്ട്. 13 ഹാർട്ട് ഉണ്ട്, 13 ഡയമണ്ട് ഉണ്ട്. 13 ഹാർട്ട് ഉണ്ട്, 13 ഡയമണ്ട് ഉണ്ട്. അപ്പൊ പറഞ്ഞു ആകെ എത്ര കാർഡാ? 52 കാർഡ്. 52ന് പകുതിയാക്കി 26 ബ്ലാക്ക് ഉണ്ട്, 26 റെഡ് ഉണ്ട്. 26 ബ്ലാക്കിൽ ആരാ ഉള്ളത്? 13 സ്പെയ്ഡും ഉണ്ട്, 13 ക്ലബും ഉണ്ട്. 23 റെഡിൽ ആരാ ഉള്ളത്? 13 ഹാർട്ടും ഉണ്ട്, 13 ഡയമണ്ടും ഉണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിലും നിങ്ങൾ പറയണം ഈ സ്പെയ്ഡ് എന്ന് പറയുന്ന 13 എണ്ണത്തിൽ ആരൊക്കെ ഉള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്പെയ്ഡിൽ ആരൊക്കെ വരുന്നു? സ്പെയ്ഡിൽ ആരൊക്കെ വരുന്നു? സ്പെയ്ഡിൽ ആരൊക്കെ വരുന്നു? സ്പെയ്ഡിൽ വരുന്ന 1 2 3 4 5 ആളുകൾ ആരൊക്കെയെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് 2 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ഉണ്ടാവും. ആരാണ്? നമ്മൾ ഈ സ്പെയ്ഡിനെ കാറ്റഗറൈസ് ചെയ്യാണ്. സ്പെയ്ഡിൽ 2 മുതൽ 10 വരെയുള്ള സംഖ്യകൾ എന്ന് വെച്ചാൽ 2 3 4 5 6 7 8 9 10. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും? അത് 2 മുതൽ 10 വരെയുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമായി? 9 എണ്ണമായി. 9 എണ്ണമായി. പിന്നെ ആരാ ഉണ്ടാവുക? പിന്നെ ഒരു എയ്സ് ഉണ്ടായിരിക്കും. ആരാ ഉണ്ടാവുക? ഒരു എയ്സ്. ആരാളുള്ളത്? എയ്സ് ഉണ്ട്. ഒരു എയ്സ് കേട്ടോ, ഒരു എയ്സ്. അടുത്തത് ഒരു കിങ് ഉണ്ട് അല്ലെ. ഒരു കിങ് ഉണ്ട്. കിങ് ഉണ്ടെങ്കിൽ പിന്നെ ആരുണ്ടാവണം? ഒരു ക്യൂൻ ഉണ്ട്. കിങ് കഴിഞ്ഞ ഉടനെ ആരുണ്ടടാ? ഒരു ക്യൂൻ ഉണ്ട്. ക്യൂന് കഴിഞ്ഞാൽ ഉടനെ ആര് വേണം? ഒരു ജാക്ക് വേണം. ഇതാണ് നമ്മളെ 13 കാർഡിന്റെ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കോ, 2 മുതൽ 10 വരെ എഴുതിയിട്ടുള്ള സംഖ്യകൾ എന്ന് വെച്ചാൽ എത്ര എണ്ണം? 9 എണ്ണം. 2 3 4 5 6 7 8 9 10 9 എണ്ണം അല്ലെ. ഒരു എയ്സ്, ഒരു കിങ്, ഒരു ക്യൂന്, ഒരു ജാക്ക്. എത്രയായി? 9 10 11 12 13 സ്പെയ്ഡായി. അപ്പൊ ഇനി ഇത്രയും പറയണ്ടേ? വേണ്ട. കാരണം ഇതേ ആളുകൾ തന്നെയാണ് നമ്മുടെ ക്ലബിൽ. അപ്പൊ നമ്മൾ പറഞ്ഞു 2 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ഇവിടെ ഉണ്ടാകും. ഒരു എയ്സ് ഉണ്ടാകും, ഒരു കിങ് ഉണ്ടാകും, ഒരു ക്യൂൻ ഉണ്ടാകും, ഒരു ജാക്ക് ഉണ്ടാകും. സിമിലർലി ഹാർട്ടിലോട്ട് പോകുമ്പോൾ ആരുണ്ടാവും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 മുതൽ 10 വരെ എഴുതിയിട്ടുള്ള സംഖ്യകൾ ഉണ്ടാവും. ഒരു എയ്സ് ഉണ്ടാവും, ഒരു കിങ് ഉണ്ടാവും, ഒരു ക്യൂൻ ഉണ്ടാവും, ഒരു ജാക്ക് ഉണ്ടാവും. സിമിലർലി ഇവിടെ ആരുണ്ടാവും? 2 മുതൽ 10 വരെ എഴുതിയിട്ടുള്ള സംഖ്യകൾ ഉണ്ടാവും. ഒരു എയ്സ് ഉണ്ടാകും, ഒരു കിങ് ഉണ്ടാകും, ഒരു ക്യൂൻ ഉണ്ടാകും, ഒരു ജാക്ക് ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? അപ്പൊ 13 ഈ സാധനങ്ങൾ, 13 ഇവിടെ, 13 ഇവിടെ, 13 ഇവിടെ. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനൊന്ന് സമ്മറൈസ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞോ, നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു ഡെക്കാണുള്ളത്, ഒരു സ്യൂട്ടാണുള്ളത്. അതിൽ എത്ര കാർഡുകളാണുള്ളത്?
52 കാർഡുകളാണുള്ളത്. 52 കാർഡുകളാണുള്ളത്. ആ കാർഡില് എത്ര ബ്ലാക്ക് ഉണ്ടടാ? 26 ബ്ലാക്ക് ഉണ്ട്, 26 റെഡ് ഉണ്ട്. ബ്ലാക്കിൽ ആരാ വരേണ്ടത്? ബ്ലാക്കിൽ വരുന്നത് സ്പെയ്ഡും ഉണ്ട്, ക്ലബും ഉണ്ട് അല്ലെ. എന്ന് വെച്ചാൽ 13 സ്പെയ്ഡും 13 ക്ലബും ഉണ്ട്. റെഡിൽ ആരാ വരിക? 13 ഹാർട്ടും 13 ഡയമണ്ടും, നമ്മുടെ ഹൃദയവും ചുവന്ന ഡയമണ്ടും ആണ് അല്ലെ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു സ്പെയ്ഡ്, ക്ലബ്, ഹാർട്ട്, ഡയമണ്ട്. ഇതിൽ 13 ആളുകൾ ഉണ്ടാവും. അത് 4 എണ്ണത്തിലും സെയിം തന്നെയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, സ്പെയ്ഡിന്റെ കേസിൽ നമ്മൾ ജസ്റ്റ് എഴുതി വെച്ചു 2 മുതൽ 10 വരെയുള്ള സംഖ്യകൾ എന്ന് വെച്ചാൽ 9 എണ്ണം ഉണ്ടാകും. ഒരു ഏസ് ഉണ്ടാകും, ഒരു കിങ് ഉണ്ടാകും, ഒരു ക്യൂൻ ഉണ്ടാവും, ഒരു ജാക്ക് ഉണ്ടാവും. സിമിലർലി ഇതേ സാധനങ്ങൾ ക്ലബിലും ഉണ്ട്, ഹാർട്ടിലും ഉണ്ട്, ഡയമണ്ടിലും ഉണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോ ഞാൻ ചോദിക്കട്ടെ, ആകെ എത്ര ബ്ലാക്ക് കാർഡ് ഉണ്ട്? 26 ബ്ലാക്ക്. എത്ര റെഡ് കാർഡ് ഉണ്ട്? 26 റെഡ്. എത്ര സ്പെയ്ഡ് ഉണ്ട്? 13. എത്ര ഹാർട്ട് ഉണ്ട്? 13. എത്ര ഡയമണ്ട് ഉണ്ട്? 13. എത്ര ക്ലബ് ഉണ്ട്? 13 ഉണ്ട്. എത്ര എയ്സ് ഉണ്ട്? എയ്സ് നോക്കിക്കോ നിങ്ങൾ. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, 4 എയ്സ് ഉണ്ട്. എത്ര സംഖ്യകളുണ്ട്? 2 മുതൽ 10 വരെയുള്ള സംഖ്യകളല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ 9 എണ്ണം ഉണ്ടാവും, ഇവിടെ 9, ഇവിടെ 9, 9 എന്ന് വെച്ചാൽ 4 9 ഉണ്ടാവും. എത്ര കിങ് ഉണ്ട്? എത്ര ഉണ്ട്? ഇവിടെ ഒരു കിങ്, 2 3 4 കിങ് ഉണ്ടാവും. എത്ര റെഡ് കിങ് ഉണ്ട്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എത്ര റെഡ് കിങ് ഉണ്ട്? ചുവപ്പ് കിങ് എത്ര ഉണ്ട്? ഇതാണ് റെഡിന്റെ കേസ് അല്ലെ. ഇതാണ് റെഡ് കാർഡുകൾ. അതിൽ എത്ര കിങ് ഉണ്ടാവുക? ഈ ഹാർട്ടിൽ ഒരു കിങ് വരും, ഡയമണ്ടിൽ ഒരു കിങ് വരും, 2 റെഡ് കിങ് വരും. എത്ര ബ്ലാക്ക് കിങ് ഉണ്ട്? 2 ബ്ലാക്ക് കിങ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ പിക്ചർ നിങ്ങൾ പഠിച്ചാൽ ഇതോടുകൂടി എന്തായി? കാർഡ് നിങ്ങൾക്ക് ബൈഹാർട്ടായി. നിങ്ങൾ ഇനി കാർഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എവിടെ കണ്ടാലും അത് പ്രോബബിലിറ്റി മാത്രമല്ല, ഇനി നിങ്ങൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പഠിക്കുകയാണെങ്കിലും കാർഡ് നിങ്ങൾക്ക് പക്കായി. അതിനെക്കുറിച്ച് ഇനി ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് എന്താവുള്ളൂ? പ്രോബബിലിറ്റി ഈസി ആയിട്ട് തോന്നുള്ളൂ. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത കാര്യം പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും ക്വസ്റ്റ്യനിൽ കണ്ടുവരുന്ന കോയിനെ കുറിച്ചും ഡൈസിനെ കുറിച്ചും കാർഡിനെ കുറിച്ചുമാണ് എന്ത് ചെയ്തത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആർക്കും ബോറടിക്കണില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യം ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സാമ്പിൾ സ്പേസ് ആണ്. ആരാണ്? സാമ്പിൾ സ്പേസ്. നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് തിയറി ഉണ്ടായാലേ നമുക്ക് പ്രോബ്ലം ഈസി ആവുള്ളൂ. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ആരാ? സാമ്പിൾ സ്പേസ് നിങ്ങൾക്ക് അറിയോ? സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബബിലിറ്റിയിൽ റാൻഡം എക്സ്പെരിമെന്റ് പറഞ്ഞു അല്ലേ. നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. ഉദാഹരണത്തിന് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ എന്തൊക്കെയാണ്? ഹെഡും ടൈലും ആണ് നമ്മുടെ ഔട്ട്പുട്ടുകൾ എന്ന് പറയുന്നത്. ഈ ഔട്ട്പുട്ടുകൾ വിളിക്കുന്ന പേരാണ് എന്താ? സാമ്പിൾ സ്പേസ്. അപ്പോൾ ഇതൊരു സാമ്പിൾ സ്പേസ് ആണ്. ഒരു ഡൈസ് നമ്മൾ റോൾ ചെയ്യുന്നു അല്ലെ. ഒരു പകിട നമ്മൾ ഉരുട്ടുക. നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുക? 1 മുതൽ 6 വരെയുള്ള സംഖ്യകളാണ്. 1 2 3 4 5 6. ഇതൊരു സാമ്പിൾ സ്പേസ് ആണ്. അപ്പൊ എന്താ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ? സാമ്പിൾ സ്പേസ് ഈസ് ദി ടോട്ടൽ ഔട്ട്കം ഓഫ് ദി എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റിന്റെ ടോട്ടൽ ഔട്ട്കമ്മിന് പറയുന്ന പേരാണെന്ത്? സാമ്പിൾ സ്പേസ്. റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ സാമ്പിൾ സ്പേസ് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവന്റ് ആണ്. ആരാണ്? ഇവന്റ്. അടുത്ത് പറയാൻ പോകുന്നത് ഇവന്റ്. ഞാൻ ഈ സാമ്പിൾ സ്പേസ് കൺസിഡർ ചെയ്യാണ്. ഇത് നമ്മൾ തൽക്കാലം ഒഴിവാക്കുകയാണ്. ഈ സാമ്പിൾ സ്പേസ് എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. അപ്പോൾ സാമ്പിൾ സ്പേസ് 1 2 3 4 5 6 ആണ് അല്ലെ. 1 2 3 4 5 6 ആണ്. ഇവന്റ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഇവന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സബ്സെറ്റ് ആണ്. ആരുടെ സബ്സെറ്റ് അറിയാം നിങ്ങൾക്ക്? സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഇവന്റ് എന്ന് പറയുന്നത്. സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ആണെന്ത്? ഇവന്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാനൊരു ഇവന്റ് എടുക്കുകയാണ്, E1 സെറ്റ് 1 2 3. നിങ്ങൾ നോക്കിക്കോ, ഈ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് അല്ലടാ അല്ലെ. ഇതിന്റെ സബ്സെറ്റ് അല്ലടാ 1 2 3 എന്ന് പറയുന്നത്. ഞാൻ E2 എടുക്കുകയാണ്, സെറ്റ് 4 5 6. നിങ്ങൾ നോക്കിക്കോ, ഇതിന്റെ സബ്സെറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇവന്റ് എന്ന് പറയുന്നത്. ഈസി. ദെൻ അങ്ങനെയെങ്കിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് ഇവന്റ് ഉണ്ട്. ഒന്ന് ഇമ്പോസിബിൾ ഇവന്റ് ആണ്. എന്താണ്? ഇമ്പോസിബിൾ ഇവന്റ് ആണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ ടൈപ്പാണ് ഇമ്പോസിബിൾ ഇവന്റ്. ആരാണ്? ഇമ്പോസിബിൾ ഇവന്റ്. നിങ്ങൾക്ക് ആ പേരിൽ തന്നെ കാര്യം ഷുവറാണ്. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. പോസിബിൾ അല്ലാത്ത ഇവന്റ് പോസിബിൾ ആവൂല എന്ന് പറഞ്ഞ അർത്ഥം എന്താടാ? അർത്ഥം എന്താ? ഇവന്റ് 5 ആയിരിക്കും. ഇവന്റ് എന്തായിരിക്കും? 5 ആയിരിക്കും. ഇപ്പൊ ഞാൻ ഈ സാമ്പിൾ സ്പേസിൽ ഒരു കാര്യം പറയാണ്, ഒരു ഇവന്റ് പറയാണ്. ഈ സാമ്പിൾ സ്പേസിൽ ഒരു ഇവന്റ് പറയാണ്. ആ ഇവന്റ് എങ്ങനെയാണ്? ദി നമ്പർ ഗ്രേറ്റർ ദാൻ 7 അല്ലെ. ഈ സാമ്പിൾ സ്പേസിൽ
പറയുന്ന ഇവന്റ് ആണ് നമ്പർ എന്താണ് ഗ്രേറ്റർ ദാൻ 7. 7നേക്കാൾ വലിയ സംഖ്യ ഈ സാമ്പിൾ സ്പേസിൽ ഉണ്ടോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമോ? ഇല്ല, അത് എം ടി ആണ്. അതാണ് എന്ത് ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയുന്നത്. ഈസി. അങ്ങനെയെങ്കിൽ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഷുവർ ഇവന്റ് ആണ്. ആരാണ് ഷുവർ ഇവന്റ്? പേരും തന്നെ ഷുവർ ആണ്. എന്താണ് ഷുവർ ഇവന്റ് എന്ന് പറഞ്ഞാൽ? ഷുവർ ആയിട്ടും നടക്കുന്ന ഇവന്റ് ആണ്. ഷുവർ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, സാമ്പിൾ സ്പേസിന് ഈക്വൽ ആയിട്ടുള്ള ഇവന്റിനെ വിളിക്കുന്ന പേരാണെന്ത് ഷുവർ ഇവന്റ് എന്ന് വെച്ചാൽ 1 2 3 4 5 6 കിട്ടുകയാണെങ്കിൽ ആ ഇവന്റിനെ പറയുന്ന പേരാണെന്താ ഷുവർ ഇവന്റ്. അപ്പൊ ഇവന്റ് എന്താ നമ്മൾ പറഞ്ഞു? ഇവന്റ് എന്താ ഇവന്റ്? സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണെന്ത് ഇവന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇമ്പോസിബിൾ ഇവന്റ്? ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് 5 ആണ്, ഒരു ഇവന്റ് കാലിയാണ്, അതിന് പറയുന്ന പേരാണ് എന്ത് ഇമ്പോസിബിൾ ഇവന്റ്. അപ്പൊ എന്താ ഷുവർ ഇവന്റ്? ഒരു ഇവന്റ് സാമ്പിൾ സ്പേസിന് ഈക്വൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് ഷുവർ ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അങ്ങനെയെങ്കിൽ അടുത്ത ഒരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു സാമ്പിൾ സ്പേസ് എടുക്കുകയാണ്. ആ സാമ്പിൾ സ്പേസിൽ 1 2 3 ഉണ്ട്. ഒരു സാമ്പിൾ സ്പേസ് എടുത്തു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തു. ദെൻ ഞാൻ എടുക്കുന്ന ഒരു ഇവന്റ് ആണ് E1 എന്ന് പറയുന്നത് 1 2 ആണ്. 1 2 ആണ്. ഓക്കെ അല്ലേ? ഈ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണല്ലോ ഈ ഇവന്റ്. അതിനൊരു E1 എന്ന് പറയുന്ന പേര് കൊടുത്തു. മറ്റൊരു ഇവന്റ് ആണ് E2 എന്ന് പറയുന്നത്, അത് 3 ആണ്. 3 ആണ്. ഓക്കെ, ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പോൾ ഈ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ് ഈ ഇവന്റ് അല്ലെ? സബ്സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഇവന്റ്സ് എന്ന് പറയുന്നത്. എന്താ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഒന്നാമത്തെ ഇവന്റിലും രണ്ടാമത്തെ ഇവന്റിലും കോമൺ എലമെന്റ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇവിടെ 1 ഉണ്ട്, പക്ഷെ ഇവിടെ 1 ഉണ്ടോ? ഇല്ല. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് ആരും ഇല്ല. എന്ന് വെച്ചാൽ ഈ ചോദ്യത്തിൽ E1 ഇന്റർസെക്ഷൻ E2 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലെ? അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് പറയാം A ഇന്റർസെക്ഷൻ B 5 ആണെങ്കിൽ, എം ടി ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. ആരാണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. ആ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്താണ്? എടാ, രണ്ട് ഇവന്റിലും കോമൺ ആയിട്ട് ആരും ഉണ്ടാകരുത്. കോമൺ ആയിട്ട് ആരും ഇല്ലെങ്കിൽ ആ ഇവന്റുകൾ പറയുന്ന പേരാണെന്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന റെപ്രസെന്റേഷൻ ആണ് A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? എം ടി ആണ്, ഒന്നുമില്ല എന്നാണ് അല്ലെ? അപ്പൊ അതിന് പറയുന്ന പേരാണെന്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവന്റ് ആണ്. എന്താണ് എക്സ്ഹോസ്റ്റീവ് ഇവന്റ്? എക്സ്ഹോസ്റ്റീവ് ഇവന്റ്. ഇപ്പൊ നിങ്ങൾ ഇതേ കേസിൽ ഇവിടെ E1 E2 കണ്ടില്ലേ അല്ലെ? E1 E2 കണ്ടില്ലേ? ആ E1 E2 യൂണിയൻ കിട്ടിയാൽ എന്താ കിട്ടുക? എടാ, E1 ഉണ്ട്, E2 ഉണ്ട്, അതിന്റെ യൂണിയൻ എടുക്കുക. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും കമ്പൈൻ ചെയ്യുക. ആരെ കിട്ടാം? 1 2 3 അല്ലടാ. എടാ, ഈ E1 E2 രണ്ട് ഇവന്റുകളും കമ്പൈൻ ചെയ്താൽ എന്താ കിട്ടുക? 1 2 ഉണ്ടാവും, പിന്നെ 3 ഉണ്ടാവും. ദാറ്റ് ഈസ് 1 2 3 ആണ്. ഈ 1 2 3 എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ ആണ്? തന്നിരിക്കുന്ന സാമ്പിൾ സ്പേസിന് ഈക്വൽ അല്ലേ? സാമ്പിൾ സ്പേസ് 1 2 3 അല്ലേ? എന്ന് വെച്ചാൽ വിച്ച് ഈസ് ഈക്വൽ ടു സാമ്പിൾ സ്പേസ് ആണ്. അപ്പൊ എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇവന്റുകളും കൂടിയാൽ എന്ത് കിട്ടണം? സാമ്പിൾ സ്പേസ് കിട്ടണം അല്ലെ? E1 ഉണ്ടായിക്കോട്ടെ, E2 ഉണ്ടായിക്കോട്ടെ, E3 ഉണ്ടായിക്കോട്ടെ, En ഉണ്ടായിക്കോട്ടെ, പക്ഷെ എല്ലാ ഇവന്റുകളും കൂടിയാൽ ആരെ കിട്ടണം? സാമ്പിൾ സ്പേസ് കിട്ടണം. അങ്ങനെ കിട്ടിയാൽ അതിന് പറയുന്ന പേരാണെന്ത് മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവന്റ് എന്ന് പറയുന്നത്. ഈസി അല്ലേ? അപ്പൊ നമ്മളിവിടെ പഠിച്ചത് സാമ്പിൾ സ്പേസ് പറഞ്ഞു. എന്താ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്തു, അതിൽ കിട്ടാവുന്ന ഔട്ട്കമ്മിന് പറയുന്ന പേരാണെന്ത് സാമ്പിൾ സ്പേസ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഇവന്റ്. ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണെന്ത് ഇവന്റ് എന്ന് പറയുന്നത്. മൂന്നാമത് പറഞ്ഞു ഇമ്പോസിബിൾ ഇവന്റ്. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ പോസിബിളേ അല്ല, എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇവന്റ് ഉണ്ടാവില്ല. ഇവന്റ് 5 ആണ് എന്ന് വെച്ചാൽ ഇവന്റ് 5 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത് ഇമ്പോസിബിൾ ഇവന്റ്. അടുത്തത് ഷുവർ ഇവന്റ്. ഷുവർ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് സാമ്പിൾ സ്പേസിന് ഈക്വൽ ആയാൽ അതിനെ പറയുന്ന പേരാണെന്ത് ഷുവർ ഇവന്റ്. ലാസ്റ്റ് വൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. ഇമ്പോർട്ടന്റ് ആട്ടോ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. എന്താണ്? ഇവന്റുകളിൽ കോമൺ ആയിട്ട് ആരും ഉണ്ടാവരുത്. ഇപ്പൊ ഇവിടെ E1 എന്ന് പറഞ്ഞ ഇവന്റ് ഉണ്ട്, E2 എന്ന് പറഞ്ഞ ഇവന്റ് ഉണ്ട്. ഈ രണ്ട് ഇവന്റിലും കോമൺ എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. അങ്ങനെ കോമൺ ഇല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു 5. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. ലാസ്റ്റ് പറഞ്ഞു എക്സ്ഹോസ്റ്റീവ് ഇവന്റ്. എക്സ്ഹോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ കുറെ ഇവന്റുകളുണ്ട്. E1 E2 E3 എക്സെട്ര En വരെ ഉണ്ട്. അതെല്ലാം കൂടിയാൽ എന്ത് കിട്ടണം? സാമ്പിൾ സ്പേസ് കിട്ടണം. എന്ന് വെച്ചാൽ E1 യൂണിയൻ E2 യൂണിയൻ എക്സെട്ര യൂണിയൻ En ചെയ്താൽ എന്ത് കിട്ടണം? സാമ്പിൾ സ്പേസ് കിട്ടണം.
ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കോൺസെപ്റ്റിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയാണ് നമ്മൾ പ്രോബബിലിറ്റി പറയാൻ പോകുന്നത് അല്ലേ. ഇതുവരെ നമ്മൾ പ്രോബബിലിറ്റിയെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, അതുമായി ബന്ധപ്പെട്ട ബേസിക് ഐഡിയാസ് പറഞ്ഞു. ഇനിയാണ് നമ്മൾ എങ്ങനെയപ്പോൾ ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി കാണാം. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ്, പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ്. ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എങ്ങനെ കാണാമെന്നാണ് പറയാൻ പോണത്. ഓക്കെ, ഇവന്റിന്റെ പ്രോബബിലിറ്റി കാണാം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് ഒന്നുകിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയില് കിട്ടും. ഒന്നുകിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയില് കിട്ടും. നിങ്ങൾ നോക്കിക്കോ, നമ്മളിതാ കോയിന്റെ കേസ് എടുക്കുന്നത് കേട്ടോ. കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്യാണ്. കോയിൻ ടോസ് ചെയ്താൽ നമുക്കറിയാം, കോയിൻ ടോസ് ചെയ്താൽ ഒന്നുകിൽ എന്ത് ചെയ്യും, ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയില് കിട്ടും, ഷുവറാണ്. അപ്പൊ നമ്മളോട് ചോദിക്കാണ്, ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? പ്രോബബിലിറ്റി ഓഫ് ഹെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കോയിനിൽ ആകെ രണ്ടാളുകളുള്ളത്, ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട്. ആ ആകെ എണ്ണമാണ് താഴെ എഴുതേണ്ടത്. ആകെ എണ്ണമാണ് എന്ത് ചെയ്യേണ്ടത്, താഴെ എഴുതേണ്ടത്. ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്താണെന്നാ? ഒരു കോയിനിൽ എത്ര ഹെഡാ ഉള്ളതാ? ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട് എന്ന് വെച്ചാൽ ഒന്നാണുള്ളത്, 1/2 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കാണ്, പ്രോബബിലിറ്റി ഓഫ് ടെയില് കിട്ടാനുള്ള ചാൻസ് എന്താ? നമുക്കറിയാം ആകെ 2 എണ്ണം ഉള്ളത് അല്ലെ, ഹെഡും ടെയിലും 2 എണ്ണമാണ് അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്, ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത്. അതിൽ ടെയിൽ എത്ര എണ്ണം ഉള്ളത്? ഒരു ടെയിലാണുള്ളത്, 1/2 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡൈസിന്റെ കേസ് എടുക്കുകയാണ്. ഡൈസ് എന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഒരു ഡൈ റോൾ ചെയ്യാണ്, അതിൽ 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 കിട്ടാനുള്ള ചാൻസ് എന്താണെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു ബൈ ഇട്ട് വെക്കുക, താഴത്ത് എന്ത് ചെയ്യുക, എപ്പോഴും ടോട്ടൽ ചെയ്താ അല്ലെ. ഒരു ഡൈസിൽ ടോട്ടൽ എത്ര സംഖ്യകളാണുള്ളത്? 6 സംഖ്യകളാണുള്ളത് അല്ലെ. അതിൽ എത്ര 2 ഉണ്ടടാ? 1 2 3 4 5 6. ആകെ ഒരു 2 ഉള്ളൂ, 1/6 ആണ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 എന്ന് പറഞ്ഞാൽ എന്താ? 1/6 ആണ്. ഇനി ഇതേ ഡൈസിന്റെ കേസിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ, ഒരു ഈവൺ നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്താണ് അല്ലെ. ഏതിന്റെ കേസിലാണ്? ഡൈസിന്റെ കേസിലാണ്. നിങ്ങൾക്കറിയാം ആകെ എത്ര ഡൈസാ ഉള്ളത്? ഞാൻ പറഞ്ഞു ഒരു ബൈ ഇട്ട് വെച്ചോ, താഴത്ത് ഏത് എക്സ്പെരിമെന്റ് ആണോ പറയുന്നത് അതിന്റെ ടോട്ടൽ എഴുതി വെക്കുക. അപ്പൊ ഡൈസിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ടോട്ടൽ ഔട്ട്പുട്ട് എന്താണ്? 6 നമ്പേഴ്സ് ആണ്, 6 എണ്ണാണ്. അപ്പൊ താഴെ ആരാ ഉണ്ടാവുക? 6 ഉണ്ടാവുക അല്ലെ. അതിൽ ഈവൺ നമ്പർ കിട്ടാനുള്ള ചാൻസാ 1 2 3 4 5 6. അതിൽ ആരൊക്കെ ഈവൺ നമ്പർ ഉള്ളത്? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. 3 ഈവൺ നമ്പറാണ് ഉള്ളത്. സോ 3/6 ആണ് അല്ലെ. 3/6 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഈസി അല്ലേ? അപ്പം ഇത് തന്നെയാണ് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. എങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം? ഇപ്പൊ എ എന്ന് പറഞ്ഞ ഒരു ഇവന്റ് ഉണ്ട് അല്ലെ. ആ ഇവന്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റിയെ ചോദിക്കണം എന്ന് വിചാരിക്കുക. എ എന്ന് പറഞ്ഞ ഒരു ഇവന്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് താഴത്ത് n(s) എന്ന് വെച്ചാൽ സാമ്പിൾ സ്പേസിന്റെ എണ്ണം, ടോട്ടൽ എണ്ണം താഴെ, മുകളിൽ n(a) അല്ലെ. ഇവിടെ ഹെഡ് കിട്ടാനുള്ള ചാൻസാ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ താഴെ സാമ്പിൾ സ്പേസിന്റെ എണ്ണം എന്താ? ഹെഡ് ടെയിൽ 2 എണ്ണമാണ്. അതാണ് ഇവിടെ n(s) ഉദ്ദേശിച്ചത്. n(a) എന്ന് പറഞ്ഞാൽ ആ ഇവന്റ് ആണ്. ഹെഡ് കിട്ടാനുള്ള ചാൻസാ, ഹെഡിന്റെ എണ്ണം 1 ആണ് അല്ലെ. അതാണ് അങ്ങനെ എഴുതുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഫേവറബിൾ ഔട്ട്കം ബൈ എന്ത് ചെയ്യാം? ടോട്ടൽ ഔട്ട്കം, ടോട്ടൽ അല്ലെ. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം ബൈ അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? ടോട്ടൽ എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇത്ര മനസ്സിലാക്കുക. താഴെ ആരുണ്ടാവൂടാ? ടോട്ടൽ എണ്ണമാണ്, ആ സാമ്പിൾ സ്പേസിലുള്ള എലമെന്റ്സിന്റെ എണ്ണമാണ്. മുകളിൽ എന്താ ഉണ്ടാവുക? നമുക്ക് എന്താണോ കാണാൻ പറഞ്ഞത് അയാളാണ് അവിടെ ഉണ്ടാവുക, മുകളിൽ ഉണ്ടാവുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എന്ന് പറഞ്ഞാൽ n(a)/n(s) എന്നാണ്. ഓക്കെ ആണല്ലോ? ഇതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ഒന്നും കൂടെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആവും. അങ്ങനെയെങ്കിൽ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതുപോലെ പ്രോബബിലിറ്റി കാണുന്ന കേസ് പറഞ്ഞു അല്ലെ, ജനറൽ ആയിട്ട് പറഞ്ഞു. ഇപ്പൊ നമ്പേഴ്സിന്റെ കേസ് നമ്മൾ പറഞ്ഞു, കോയിന്റെ കേസ് അല്ലെങ്കിൽ ഡൈസിന്റെ കേസൊക്കെ പറഞ്ഞു. ഇനി ചില പ്രോബബിലിറ്റിയിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണാം. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ തന്നു, ആ റെക്റ്റാങ്കിളിൽ ഒരു സർക്കിൾ തന്നു. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ണടച്ചൊരു കുത്തിടാണ്. ചോദ്യം എന്താണ്? കണ്ണടച്ചൊരു കുത്തിടാണ്. ആ ഇടുന്ന കുത്ത് ഈ ഷെയ്ഡ് ചെയ്ത റീജിയനിൽ ആവാനുള്ള ചാൻസ് എന്താണ്? ഓക്കെ, ഈ ടൈപ്പ് ഒരു ജോമെട്രിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, പ്രോബബിലിറ്റി കാണാൻ നിങ്ങൾക്ക് ഒരു ജോമെട്രിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഒരു റെക്റ്റാങ്കിൾ തന്നു, ആ റെക്റ്റാങ്കിൾ ഒരു സർക്കിൾ ഉണ്ട്, അത് ഷെയ്ഡ് ചെയ്താണ്. എന്നിട്ട് ചോദ്യം, നിങ്ങൾ കണ്ണടച്ചിട്ട് ഒരു കുത്തിടാണ്, ആ കുത്ത് കറക്റ്റ് ഷെയ്ഡ് ചെയ്ത റീജിയനിൽ കൊടുക്കാനുള്ള ചാൻസ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പ്രോബബിലിറ്റി കാണേണ്ട ഇതേ സെയിം സാധനം തന്നെയാണ്.
അപ്പൊ ഇവിടെ നമ്പേഴ്സ് ഒന്നുമില്ല അല്ലെ, നമ്പേഴ്സ് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ഈ കേസിൽ എങ്ങനെ പ്രോബബിലിറ്റി കാണുക? ഇത് ഇക്വേഷൻ ഒന്നല്ല കേട്ടോ, നമ്മൾ മനസ്സിലാക്കുന്ന കോൺസെപ്റ്റാണ്. നമുക്കറിയാം നോർമൽ കേസിൽ താഴെ വേണ്ടത് ടോട്ടലിനാണ് അല്ലെ, ടോട്ടലിനാണ് താഴെ വേണ്ടത്. ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഫിഗർ ആണ് അല്ലെ, ടോട്ടൽ ഫിഗർ ആണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം, നമുക്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം ടോട്ടൽ ഞാൻ ഫിഗർ തന്നെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ ഫിഗർ എന്നതിന് പകരം ഏരിയ ഓഫ് ദി ഏരിയ എന്ന് കൊടുക്കുന്നുണ്ട്, ഏരിയ ഓഫ് ദി ഗിവൺ ഫിഗർ, ഏരിയ ഓഫ് ദി ഗിവൺ ഫിഗർ. അപ്പൊ ടോട്ടൽ ഏരിയ ഓഫ് ദി ഗിവൺ ഫിഗർ ആണ്. അപ്പൊ മുകളിൽ എന്താ കൊടുക്കുക, നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള അല്ലെ, ഇതിന്റെ ഉള്ളിൽ വരാനുള്ള ചാൻസ് അല്ലേ വേണ്ടത്, നമ്മൾ ടച്ച് ചെയ്യുന്നതടാ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള ചാൻസ് അല്ലേ. അപ്പൊ നമുക്ക് മുകളിൽ കൊടുക്കാം ഷെയ്ഡഡ് റീജിയൻ അല്ലെ, ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് കൊടുത്തു, ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. അപ്പൊ നിങ്ങൾ പറഞ്ഞോ, ഈ ജോമെട്രിക്കിന്റെ കേസിൽ പ്രോബബിലിറ്റി കാണാനുള്ള ഫോർമുല എന്താ അല്ലെ, ജോമെട്രിക് കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഇതുപോലെ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് നിങ്ങൾക്ക് തരികയാണ്, അതിന്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്തൊരു സർക്കിൾ ഉണ്ട്. ചോദ്യം എന്താ, നിങ്ങൾ കണ്ണടച്ചിട്ട് ഒരു ഡോട്ട് ഇടാണ്, ആ ഇടുന്ന ഡോട്ട് സർക്കിളിൽ വരാനുള്ള ചാൻസ് എന്താണെന്നാണ്. അപ്പോ താഴെ നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ടോട്ടൽ ഏരിയ ആണ് അല്ലെ, ടോട്ടൽ ഏരിയ ഓഫ് ദി ഫിഗർ എന്ന് കൊടുക്കട്ടോ, ടോട്ടൽ ഏരിയ ഓഫ് ദി ഫിഗർ. മുകളിൽ എന്താ, എവിടെയാണ് നമ്മൾ ഡോട്ട് വരേണ്ട പ്രോബബിലിറ്റി നോക്കേണ്ടത്, ഈ ഷെയ്ഡ് ചെയ്ത റീജിയനിലല്ലേ. അപ്പൊ ഏരിയ ഓഫ് എന്ത് ചെയ്യുന്നത്, ഷെയ്ഡഡ് റീജിയൻ കണ്ടാൽ മതി, ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ കണ്ടാൽ മതി. ഓക്കെ ആണല്ലോ. ഇനി ചെറിയ കുറച്ച് കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് എന്താവും, പ്രധാനപ്പെട്ട തിയറികളാവും. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇവിടെയും പ്രോബ്ലം വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഈ യൂണിയൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, യൂണിയൻ ഇന്റർസെക്ഷൻ ഒക്കെ. അത് എവിടെയാണ് നമ്മൾ പഠിക്കണത്, മാത്സിൽ എവിടെ നമ്മൾ പഠിക്കണത്, നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് പഠിച്ചത് അല്ലേ. +1 സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മൾ യൂണിയൻ ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചത്. പക്ഷേ നമുക്കത് ഒരുപാട് സ്ഥലങ്ങളിൽ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പറയാൻ പോകുന്നത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണാൻ പറഞ്ഞാൽ ചോദ്യം എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ത് ചെയ്യാനടാ കാണണം. We want to find the probability of A union B. അപ്പോൾ എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്ര ചെയ്യേണ്ടതുള്ളൂ, പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, എന്താണ് എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞാൽ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാം യൂണിയൻ എന്ന് പറഞ്ഞാൽ ഓർ എന്നുള്ള അർത്ഥമാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓർ എന്നുള്ള അർത്ഥമാണ്. അപ്പോ ചോദ്യത്തിൽ എ യൂണിയൻ ബി എന്ന് തരണമെന്നില്ല, മറിച്ച് എന്ത് തന്നാലും മതി, പി ഓഫ് എ ഓർ ബി എന്നാണ് തരിക. എ ഓർ ബിയുടെ പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താ മീനിങ്, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. എടാ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള കേസ് എന്ന് പറയുന്നത് ഒരു ജനറൽ കേസാണ്. എന്ന് വെച്ചാൽ ഇതാണ് എ, ഇതാണ് ബി. നമ്മളിവിടെ വിചാരിക്കുന്നത് ഇവിടെ രണ്ടിലും വരുന്ന ഒരു ഭാഗമുള്ള കേസായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. എടാ ഞാൻ ഷെയ്ഡ് ചെയ്ത ഭാഗം കണ്ടോ, എയിലും വരുന്നുണ്ട് ബിയിലും വരുന്നുണ്ട്, അതാണ് എ ഇന്റർസെക്ഷൻ ബി. അങ്ങനെയുള്ള ഒരു കേസാണ് നമ്മൾ ജനറൽ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് വന്നത്. ഓക്കെ ആണല്ലോ. ഇനി സിമിലർലി നമ്മൾ പറയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇവന്റ് അല്ലെ. എടാ എന്താ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവന്റ് എന്ന് പറഞ്ഞാൽ, രണ്ട് ഇവന്റുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ കോമൺ ആയിട്ട് ആരും ഉണ്ടാവില്ല. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തിരുന്നത്, എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5 എന്നാണ്. എന്താണ്, എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നത് ഇവിടെ ഒരു എ ഉണ്ടാവും, ഒരു ബി ഉണ്ടാവും അല്ലെ. ആ രണ്ടിലും ആരുണ്ടാവില്ല, കോമൺ ആയിട്ട് ആളില്ല എന്നാണ് എ ഇന്റർസെക്ഷൻ ബി 5 ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പൊ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവന്റിന്റെ കേസിൽ പി ഓഫ് എ യൂണിയൻ ബി കാണാൻ പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ചെയ്യണ്ടേ നോർമൽ കേസിൽ. പക്ഷെ നമുക്കറിയാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അവിടെ കോമൺ ഉണ്ടാവുമോ, ഇല്ല. അതുകൊണ്ട് എന്ത് കുറക്കാനുണ്ടാവില്ല, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കുറക്കാനുണ്ടാവില്ല. എന്ത് കണ്ടാൽ മതി, ഈ കാര്യം കണ്ടാൽ മതി. അപ്പൊ നിങ്ങൾ പഠിച്ചോ, പ്രോബബിലിറ്റി കാണാൻ ചോദിക്കാണ് ആരുടെ കേസിൽ, പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് ചോദിച്ചാൽ എന്താണ് മക്കളെ,
പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. അതിന്റെ റിസൾട്ട് എന്താ? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇതാണ് ജനറൽ കേസ്. ജനറൽ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എയും ബിയും ഒരു ജോയിന്റ് ആണ്, കോമൺ ആയിട്ടുള്ള ഭാഗമുണ്ട്, അതാണ് കോമൺ കേസ് എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇവന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നില്ല, അതിൽ കോമൺ ആയിട്ട് ആരുമില്ല, എയിലും ബിയിലും കോമൺ ആയിട്ട് ആരുമില്ല, അതാണ് എ ഇന്റർസെക്ഷൻ ബി ഫൈ എന്ന് പറഞ്ഞാൽ. ആ കേസിൽ എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി കാണാൻ പറഞ്ഞാൽ എന്താ ഉത്തരം? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചോദിക്കട്ടെ, ഒരു പ്രോബബിലിറ്റി, മാക്സിമം പ്രോബബിലിറ്റി എന്താ? മാക്സിമം പ്രോബബിലിറ്റി എന്തിൻ്റെങ്കിലും പ്രോബബിലിറ്റി നിങ്ങൾക്ക് 100 കിട്ടും. നിങ്ങൾ ഏതിൻ്റെങ്കിലും പ്രോബബിലിറ്റി കണ്ടാൽ നിങ്ങൾക്ക് 100 കിട്ടും. അങ്ങനെ 100 കിട്ടിയാൽ ആ ആൻസർ തെറ്റാണ്. ഏതെങ്കിലും പ്രോബബിലിറ്റി കണ്ടാൽ നിങ്ങൾക്ക് 5 കിട്ടും, ഇല്ല, അത് കിട്ടിയാൽ എന്താണ്? തെറ്റാണ്. നിങ്ങൾ ഏതെങ്കിലും പ്രോബബിലിറ്റി ആണ്, നിങ്ങൾക്ക് പോയിന്റ് അല്ലെങ്കിൽ മൈനസ് സംതിങ് കിട്ടും, മൈനസ് നെഗറ്റീവ് കിട്ടും, ഇല്ല, കിട്ടൂല. നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അല്ലേ, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. മാക്സിമം വാല്യൂ എന്തായിരിക്കടാ? 1 ആയിരിക്കും. ആ പ്രോബബിലിറ്റിയുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും, അല്ലേ? അപ്പോൾ ഒരു പ്രോബബിലിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 0-നും 1-നും ഇടയിലാണ്. 0-നും 1-നും ഇടയിലാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രോബബിലിറ്റി 0 ആണ്, അല്ലെ? മാക്സിമം പ്രോബബിലിറ്റി എത്രയേ വരുള്ളൂ? 1 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് പ്രോബബിലിറ്റി ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0-നും 1-നും ഇടയിലാവും. ചിലപ്പോൾ 0 വരാം, 1 വരാം. ഇതിന്റെ ഇടയിൽ എന്ത് കിട്ടാൻ പാടുള്ളൂ? പ്രോബബിലിറ്റി കിട്ടാൻ പാടുള്ളൂ. നിങ്ങൾ പറയാണ് എനിക്ക് കിട്ടിയ പ്രോബബിലിറ്റി 10 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അല്ല? ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രോബബിലിറ്റി 10 വരില്ല. പ്രോബബിലിറ്റി ഏതിന്റെ ഇടയിലേ വരുള്ളൂ? 0 മുതൽ 1 ഇടയിൽ എന്ത് വരുള്ളൂ? പ്രോബബിലിറ്റി വരുള്ളൂ. പറയുന്ന കാര്യം ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയാം. പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഒരു സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. പ്രോബബിലിറ്റി ഓഫ് an empty സെറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നള്ളായിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇനി നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടോ, പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ ആണ്. പഠിച്ചു വെച്ചോ, 1 മൈനസ് പി ഓഫ് എ ആണ്. എടാ, ഇതെന്താ സംഗതി? ഇപ്പം എന്താ എഴുതി വെച്ച കാര്യം? നിങ്ങൾ നോക്കിക്കോ. ഇതാണ് ഒരു കാര്യം. ഇതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? എ ഉണ്ട്. അപ്പോൾ എ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇതാണ്, അല്ലേ? ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം ഇയാളെ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണത്, അല്ലെ? ഇയാളെ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണെന്ത്? ഈ സർക്കിളിന്റെ ഉള്ളിലുള്ള ഭാഗം ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇയാളല്ലാത്ത ഭാഗം, ഈ എ അല്ലാത്ത ഭാഗം കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താവും? എടാ, എ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം. ആ എ അല്ലാത്ത ഭാഗം കിട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എ അല്ലാത്ത ഭാഗം കിട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ എ അല്ലാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഇതല്ലടാ, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ്. എനെ ഒഴിവാക്കി ഷെയ്ഡ് ചെയ്ത ഭാഗം. ഇത് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? ഇത് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. ആ 1-ൽ നിന്ന് ഈ പി ഓഫ് എ കുറച്ചാ പോരെ? എടാ, 1-ൽ നിന്ന് പി ഓഫ് എ, 1 എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്, അല്ലേ? ആ ടോട്ടലിൽ നിന്ന് സർക്കിൾ കുറച്ചു, പി ഓഫ് എ കുറച്ചു. അപ്പൊ നമ്മൾ ഷെയ്ഡ് ചെയ്ത ഭാഗം കിട്ടൂലേ? ആ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് എന്ത്? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട റിസൾട്ട് ആണ് പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ ആണ്. എന്താണ്? 1 മൈനസ് പി ഓഫ് എ ആണ്. ഓക്കെ ആണല്ലോ? 1 മൈനസ് പി ഓഫ് എ ആണ്. ഇനി ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ഈ തിയറി ഇവിടെ അവസാനിപ്പിച്ചിട്ട് പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയാം അഭാജ്യ സംഖ്യ എന്താണെന്നറിയാം? പ്രൈം നമ്പേഴ്സ്, അല്ലേ? പ്രൈം നമ്പേഴ്സ് അറിയാം. അഭാജ്യ സംഖ്യകൾ ആരാണ്? പ്രൈം നമ്പേഴ്സ്. ആരാ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ? അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ടും ആ സംഖ്യ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ
ഒരു സംഖ്യയിൽ ആ സംഖ്യയും ഒന്നും മാത്രമേ ഡിവിസിബിൾ ആവുള്ളൂണ്ടെങ്കിൽ അത്തരം സംഖ്യകൾ പറയുന്ന പേരാണ് ആര്? പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ആരാണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ? ആരാണ്? 2 ആണ്. ഓക്കെ, കാരണം എന്താ? നമുക്കറിയാം 2-ല് 2നെ കൊണ്ട് ഹരിക്കാൻ പറ്റും, 1നെ കൊണ്ട് ഹരിക്കാൻ പറ്റും. വേറെ ആരെ കൊണ്ടെങ്കിലും ഹരിക്കാൻ പറ്റൂടാ? ഇല്ല, വേറെ ആരെ കൊണ്ടും പറ്റൂല. അപ്പൊ 2-ൽ 2 ഡിവിസിബിൾ ആണ്, 1 ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് 2 ഒരു പ്രൈം നമ്പർ ആണ്. ഇനി 3 ഒരു പ്രൈം നമ്പർ ആണോ? ആണ്. കാരണം എന്താ? 3-ൽ 3 പോകും, 1ഉം പോകും. വേറെ ആരും പോകും? വേറെ ആരും പോകില്ല. ഇനി 4 ഒരു പ്രൈം നമ്പർ ആണോ? ആണ്. കാരണം 4-ൽ 4 പോകും, 1ഉം പോകും. പ്രൈം നമ്പർ ആണോ? അല്ല. 4 എന്തല്ലടാ? പ്രൈം നമ്പർ അല്ല. കാരണം 4-ൽ 4ഉം പോകും, 1ഉം പോകും. അതെല്ലാ സംഖ്യയിലും പോകും. പക്ഷെ ഇതിൽ ആര് ഡിവിസിബിൾ ആവുന്നുണ്ട്? 4-ൽ 2 എന്ന് പറയുന്ന മറ്റൊരാൾ പോകുന്നുണ്ട്. അങ്ങനെ പോയാൽ അതെന്തല്ല? പ്രൈം നമ്പർ അല്ല. അപ്പൊ 4 പ്രൈം നമ്പർ അല്ല. 5 ആണ്. കാരണം 5-ൽ 5ഉം 1ഏ പോവുള്ളൂ. 6 പ്രൈം നമ്പർ അല്ല. കാരണം എന്താ? 6-ൽ 2 പോകുന്നുണ്ട്, 3 പോകുന്നുണ്ട്. അപ്പൊ ഇത്തരം സംഖ്യകൾ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രൈം നമ്പേഴ്സ് എന്താണെന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? എന്താ പ്രൈം നമ്പേഴ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. അത് എഴുതാൻ പറഞ്ഞാൽ എഴുതാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 1 2 3 4 5 6 എക്സെട്ര അപ് ടു 100 100 വരെയുള്ള സംഖ്യകൾ എടുക്കുകയാണ്. 100 വരെയുള്ള നാച്ചുറൽ സംഖ്യകൾ, 100 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എടുക്കുകയാണ്. ഈ നാച്ചുറൽ സംഖ്യയിൽ, എണ്ണൽ സംഖ്യകളിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇതിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യയിൽ 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? ഓക്കെ, അപ്പോൾ നമുക്ക് കൂട്ടി നോക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എണ്ണി നോക്കണം അല്ലേ? 2 3 5 7 11 13 അങ്ങനെ എഴുതി നോക്കണം 100 വരെ. അതിലെന്തായാലും 1 2 മിസ്സാവും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എഴുതി നോക്കാം. പക്ഷെ നിങ്ങൾ കാണാതെ പഠിക്കണം. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ഇടയിൽ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി അത് എണ്ണി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ 1 2 3 അപ് ടു 50 1 മുതൽ 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൽ, എണ്ണൽ സംഖ്യകളിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 25-നെ 15 + 10 ആയിട്ട് കാണാം. 25 പ്രൈം നമ്പർ 15 + 10 ആയിട്ട് കാണാം. എന്ന് വെച്ചാൽ 1 മുതൽ 50 വരെയുള്ളതിൽ 15 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. എത്ര ഉണ്ട്? 15 പ്രൈം നമ്പേഴ്സ്. പിന്നെ ബാക്കി ആരാ ഉണ്ടാവുക? 100-ൽ 51 മുതൽ ഏതുവരെ ഉണ്ടാവും? 100 വരെ ഉണ്ടാവും. അവിടെ ബാക്കി 10 ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൽ ആകെ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അതിൽ തന്നെ 1 മുതൽ 50 വരെ എന്ന് പറഞ്ഞാൽ 15 പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ? 51 മുതൽ 100 വരെ എന്ന് പറഞ്ഞാൽ 10 പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കണ്ടാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തിയറികൾ പറഞ്ഞു, പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ പറഞ്ഞു. ഓക്കെ, ഈ തിയറിയൊക്കെ പറയുമ്പോൾ നല്ല ബോറിംഗ് ഉണ്ടാവും, ഒരു വെറുപ്പിക്കലൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ ഈ തിയറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നല്ല രസമാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ബാക്കി വരുന്ന കൺസെപ്റ്റ് ഒക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? പറയാം. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എവിടേക്ക് പോവാം? ലെറ്റ്സ് ഗോ ടു ദി പ്രോബ്ലം. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. റെഡി അല്ലേടാ? റെഡി അല്ലേ?